എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള വിഭവമാണ് കേട്ടോ. നമ്മൾ മക്കൾക്കൊക്കെ ബദാമൊക്കെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ ഡെയിലി ഒരു 4-5 നമ്മളുടെ മക്കൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അവരുടെ ആരോഗ്യത്തിന്. ഇത് താമരയുടെ വിത്താണ്, മക്കാന എന്നാണ് ഇതിനെ പറയാം. ഇത് വെറുതെ കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റൊന്നുമില്ല, വളരെ സോഫ്റ്റുമാണ്. നമ്മളത് വെറുതെ എടുത്ത് കടിക്കുമ്പോൾ തന്നെ നമ്മുടെ പല്ലുമ്മ അത് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം 2 കപ്പ് മക്കാനയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഫ്രൈ പാനിൽ ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ചിട്ട് അതും വറുത്തെടുക്കാം കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് അമർത്തി നോക്കുക. അപ്പോൾ പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ശർക്കരയും കൂടിയിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നെയ്യ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ശർക്കര മെൽറ്റ് ചെയ്യാൻ കുറച്ച് വെള്ളം ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും ഒരു 2 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. വെളുത്ത എള്ള് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ശർക്കര കറക്റ്റ് പാകമായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ച് നോക്കുക. അത് ഉണ്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ ശർക്കര പാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മക്കാന ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ശർക്കര പാവ് ഇതിലെല്ലായിടത്തും കോട്ടാവണം, ആ രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. പാവായി കഴിഞ്ഞാൽ സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് നെയ്യ് പുരട്ടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആ പ്ലേറ്റിലേക്ക് ഇത് മാറ്റണം. ഇനി ഇത് നമുക്കിത് നന്നായിട്ട് പരത്തിയിടാം കേട്ടോ. അത് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി കുറേശ്ശെ നമുക്കതൊന്ന് പൊട്ടിച്ചിട്ട് ഇടാം കേട്ടോ, അല്ലെങ്കിൽ കട്ടേ പോലെ ഇരിക്കും. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പൊട്ടിച്ചിട്ട് ബോട്ടിൽ ഇട്ട് വയ്ക്കാം. എയർ കിടക്കാത്ത ഒരു ബോട്ടിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. നമ്മൾ ശർക്കരപ്പാവ് റെഡി ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടയാക്കി നോക്കുന്ന ഇതുണ്ടല്ലോ, ആ ഭാഗം എൻ്റെ കയ്യിൽ റെക്കോർഡായില്ല. അതാണ് പിന്നെ ഞാൻ രണ്ടാമത് അങ്ങനെ ചെയ്ത് നോക്കിയിരിക്കണം കേട്ടോ. അത് എള്ളും അതൊക്കെ ഇട്ടിട്ട് ഉള്ള സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ശർക്കര ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ അളവിൽ തന്നെയാണ് ഞാൻ മക്കാന എടുത്തിട്ടുള്ളത്. ആ മക്കാന റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 കപ്പ് മക്കാനയാണ് എടുത്തിരിക്കുന്നത്. ആ മക്കാന റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കപ്പ് മക്കാനയ്ക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഈ പഞ്ചസാര നമുക്ക് നന്നായിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയുടെ കളറൊക്കെ മാറിയിട്ട് ഏകദേശം കാരമലൈസായി വന്നിട്ടുണ്ട്. അത് റെഡിയായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അത് ഏകദേശം ചെറുതായിട്ട് ഉണ്ടയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളാണ് ചേർത്തിരിക്കുന്നത്. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മക്കാന ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് കോട്ടായി കിട്ടണം, എല്ലായിടത്തും കോട്ടാവുന്ന വരെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നെയ്യ് പുരട്ടിയിട്ടുള്ള പ്ലേറ്റിലേക്ക് ഇത് ഇട്ട് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് പരത്തി വയ്ക്കുക. അതിന് തണുത്തതിന് ശേഷം നമുക്കിത് പൊട്ടിച്ചിട്ട് ഒരു ബോട്ടിലാക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.